കാസർഗോഡ് നഗരസഭയിൽ UDF മുന്നേറുകയാണ്. UDFന് റിബലുകളായി മത്സരിച്ചിരുന്ന വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ മുൻപിൽ നിന്ന് കാണാവുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭയിലും UDFനാണ് ഇപ്പോൾ മുന്നേറുന്നത്. പല വാർഡുകളിലും UDF സ്ഥാനാർത്ഥികൾ അവിടെ മുന്നിൽ വരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭ LDFന് ഒപ്പമായിരുന്നു. അവിടെ UDF മുന്നോട്ട് വരുന്നു എന്നതാണ് കാഞ്ഞങ്ങാട് നഗരസഭ. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യമെടുക്കാം. കൊല്ലത്ത് 29 ഗ്രാമപഞ്ചായത്തുകൾ LDF ലീഡ്, UDF 13 കോട്ടയത്തേക്ക് പോയാൽ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യമെടുക്കാം. LDF 22 ലീഡ് ചെയ്യുന്നു, UDF 11 വയനാട്ടിലേക്ക് പോയാൽ LDF 7 ലീഡ് ചെയ്യുന്നു, UDF 7 ലീഡ് ചെയ്യുന്നു. മലപ്പുറത്തേക്ക് പോയാൽ LDF 2 ലീഡ് ചെയ്യുമ്പോൾ UDF 18 ലീഡ് ചെയ്യുന്നു. മറ്റു കക്ഷികളുടെ കണക്കിലാണ് 3 കാണുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ കഥ അതാണ്. മലപ്പുറത്ത് UDFന് ആശ്വാസദായകമായ കണക്കുണ്ട്. കൊച്ചി കോർപ്പറേഷനിലേക്ക് പോയാൽ LDF 11 ലീഡ് ചെയ്യുന്നു, UDF 4 മാത്രം എന്നാണ് കാണേണ്ട കാര്യം. ജോസി ബാബു കോട്ടയത്ത് സ്ഥിതി എന്നാണ് ജോസി? ജിൻസ്, കോട്ടയത്ത് പൂഞ്ഞാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ NDA ലീഡ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. നേരത്തെ ഷോൺ ജോർജ് ജയിച്ച ഈ പൂഞ്ഞാർ ഡിവിഷൻ നിലനിർത്തുമെന്ന് BJP അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിന് സമാനമായ രീതിയിൽ BJPയുടെ സ്ഥാനാർത്ഥി അവിടെ പൂഞ്ഞാർ ഡിവിഷൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ പാലായിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ മുന്നേറ്റം കാണാം. ഫലം വന്ന 6 സീറ്റുകളിൽ ഇപ്പോൾ 5 സീറ്റിലും കേരള കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ 3-3 എന്ന നിലയിൽ 6 മുനിസിപ്പാലിറ്റികളിൽ 3-3 എന്ന നിലയിൽ ഇപ്പോൾ മത്സരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈരാറ്റുപേട്ട നഗരസഭയിൽ വോട്ടെണ്ണൽ അല്പം വൈകിയിട്ടുണ്ട്. ഇപ്പോഴാണ് വോട്ടെണ്ണൽ തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്തുകളിൽ LDF 20ഓളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 12ഓളം സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5ലധികം സീറ്റുകളിൽ UDFും LDFും ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് കോട്ടയത്ത്. കൊച്ചി കോർപ്പറേഷനിൽ LDF 13 ലീഡ് ചെയ്യുന്നു, UDF 5 മാത്രം. തൃശൂർ കോർപ്പറേഷനിൽ UDF 13 ലീഡ് ചെയ്യുന്നു, LDF 7 കൊല്ലം കോർപ്പറേഷനിൽ LDF 15 ലീഡ് ചെയ്യുന്നു, UDF 6 മാത്രമാണ് എന്നാണ് കാണേണ്ട കാര്യം. നമ്മൾ തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിലെ UDF അധികാരത്തിലേക്ക് വരുന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ടോ എന്ന് സംശയം. കാരണം UDF 13 നിൽക്കുന്നു മാത്രമല്ല, താഴേക്ക് പോകുന്നില്ല, മുകളിലേക്ക് പോവുകയാണ്. LDFും പിന്നാലെ പതിയെ വരുന്നു. അസ്ലം കോഴിക്കോട് കോർപ്പറേഷൻ ആൻഡ് ജില്ല, ഒപ്പം ശ്രദ്ധേയമായി നമ്മൾ ഇന്നലെ സംസാരിച്ച ഗ്രാമപഞ്ചായത്തുകൾ, അവിടെയൊക്കെ സ്ഥിതി എന്താണ്? കോഴിക്കോട് ഏറ്റവും പ്രധാനമായി പറയാൻ കഴിയുന്ന കോഴിക്കോട് UDFനാണ് ശരിക്കും മുനിസിപ്പാലിറ്റി ലീഡ് ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോഴത്തെ ആദ്യത്തെ ട്രെൻഡ് അനുസരിച്ച് LDF കോഴിക്കോടിന്റെ മുനിസിപ്പാലിറ്റികളിൽ ലീഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി മാത്രമാണ് ഇപ്പോൾ UDF ലീഡുള്ളത്. പയ്യോളി, ഫറൂഖ്, കൊയിലാണ്ടി, അതോടൊപ്പം തന്നെ കൊടുവള്ളി, ഈ 4 നഗരസഭകളിലും LDF ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ്. മുക്കത്ത് രണ്ടു കൂട്ടരും ഒപ്പത്തിനൊപ്പം പോകുന്ന കാഴ്ചയാണുള്ളത്. അതായത് നിലവിൽ 4 മുനിസിപ്പാലിറ്റികളും UDFനും 3 LDF എന്നുള്ളതെന്നും ആ ചിത്രം മാറുന്നതിന്റെ സൂചനകൾ വരുന്നു. രാമനാട്ടുകരയിൽ മാത്രമാണ് UDFന്റെ വ്യക്തമായ ലീഡുള്ളത്. പയ്യോളി, അതോടൊപ്പം തന്നെ കൊടുവള്ളി, ശ്രദ്ധിക്കണം, കൊടുവള്ളി, കൊയിലാണ്ടി, ഫറൂഖ് 4 മുനിസിപ്പാലിറ്റികളിലും ആദ്യത്തെ ഫലസൂചനകൾ LDFന് അനുകൂലമാണ്. ശരി, എന്തായാലും നടരാജ് പരശുറാം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, തൃശ്ശൂരിൽ UDF താഴേക്ക് പോകാതെ മുന്നോട്ട് തന്നെയാണോ? അതെ. ഇപ്പോൾ 14 സീറ്റുകളിലാണ് ലീഡ്. നേരത്തെ 11 ആയിരുന്നു, ഇപ്പോൾ 14 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. LDF 8 സീറ്റിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. NDAക്ക് 5 സീറ്റുകളിൽ ലീഡുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുനിസിപ്പാലിറ്റികളിൽ LDF 1 മുനിസിപ്പാലിറ്റിയിലും UDF 2 NDA 1 ലീഡ് ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിൽ LDF ജില്ലാ പഞ്ചായത്തിൽ 5 ഡിവിഷനിൽ LDFും UDF 1 NDAക്ക് ജില്ലാ പഞ്ചായത്ത് ലീഡ് കാണുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അല്ല നട്ടു, അവിടുത്തെ ഒരു മൂടെന്താണ്? പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടോ, അതോ UDFന് ഒരു വളരെ ആധികാരികമായ മുന്നേറ്റം പ്രകടമാണോ? UDF നിലവിൽ ആധികാരികമായ മുന്നേറ്റം തുടരുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം തുടക്കം മുതൽ തന്നെ നല്ല ഹൈറ്റ്സിലേക്കാണ് UDFന്റെ നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളും 2ാം സ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. UDFന്റെ എണ്ണം വരുന്ന സമയങ്ങളൊക്കെ തന്നെ കൂടുതൽ കൂടാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത്. LDFന്റെ മുന്നേറ്റം താരതമ്യേന കുറവായിരുന്നു തുടക്കം മുതൽ. ഇപ്പോഴാണ് 8ലേക്ക് അവർ എത്തിയത്. പക്ഷേ NDA തുടക്കത്തിൽ 1 സീറ്റിലായിരുന്നു, പിന്നീട് 5ലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ UDFും NDAയും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. LDF 8ലേക്ക് എത്തിയത് അവർക്ക് ആശ്വാസമായി മാറിയിട്ടുണ്ട്. ശരി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്കിലേക്ക് പോകണം. വിജിൻ വായന്തോടിനെ വേഗം തരൂ. LDF 8, NDA 9, UDF 1 എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. LDF 6, NDA 9 എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. LDFന്റെ നമ്പർ പതിയെ കൂടുന്നുണ്ടെന്ന് കാണാം. NDAയുടെ നമ്പറുമായിട്ടുള്ള വ്യത്യാസം ചെറുതായിട്ട് വരികയാണ്. എന്നാലും നോക്കൂ, ആകെ 9, 6, 15, 16
ഫലങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ നോക്കേണ്ട കാര്യം. മൊത്തം 100 സീറ്റുള്ള UDF സംബന്ധിച്ച് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയ കൊച്ചി കോർപ്പറേഷനിലാണ് UDF ഏറ്റവും നിരാശാജനകമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. കോൺസ്റ്റന്റായി LDF അവിടെ ലീഡ് നില തുടരുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ LDF 13 UDF 5 മറ്റുള്ളവർ 6, NDA 3 എന്നുള്ളതാണ് കൊച്ചി കോർപ്പറേഷന്റെ സ്ഥിതി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF ഒരു മടങ്ങിവരവിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. LDF 6 UDF 1 മാത്രമാണ് ലീഡ്. UDF ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് കാണാം. കൊച്ചിയിൽ ഇതാ പുതിയ ഫലസൂചനകൾ വരുന്നു. LDF 14 UDF 5 മറ്റുള്ളവർ 6, NDA 3 എന്നുള്ളതാണ് കൊച്ചി തിരുവനന്തപുരത്ത് ആകെ 16 ഫലങ്ങളെ കാണുന്നുള്ളല്ലോ. അതിൽ തന്നെ NDA ലീഡ് ചെയ്യാണ്.